നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ ഗൈസ്, എന്തല്ല എന്നെ അറിയാൻ മനസ്സില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വിഷാനും ഇതൊരു ചെറിയ ഫാമിലി വ്ളോഗായിരിക്കും വിത്ത് മൈ കുഞ്ഞു ബേബിൻ്റെ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാം. അപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ പതിയെ വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ സർപ്രൈസ് വിസിറ്റൊക്കെ. അപ്പോൾ ഓക്കെ, ഈ ബാംഗ്ലൂരൊക്കെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു 2-3 മണിക്കൂർ സമയം എടുത്തിട്ട് തന്നെ എത്തണം. എൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിരുന്നു. നോക്കിയൊക്കെ നല്ല മഴയായിരുന്നു. ഒരു അരമണിക്കൂർ മഴ തോരണ വരെ വെയിറ്റാക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങനെ പോയി തുടങ്ങി. ഈ 2-3 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സ്വന്തം കുട്ടീനായിട്ട് ഈ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുള്ള ഒരു സംഭവം അത് വല്ലാത്തൊരു ഫീൽ ആയിരിക്കില്ലേ? എല്ലാ തരങ്ങളും കഴിഞ്ഞ് അതേ സ്ഥലത്ത് അതേ ഫ്ലാറ്റിൽ അതേ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന സുഖമുണ്ടല്ലോ. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ബൈ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി എന്താ പറയുക, മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുള്ള കേസ്. ഇനി അവിടെ വരുന്ന കാര്യം വിഷമിക്കില്ല. നമുക്ക് ഇലക്ട്രോണിക് സിറ്റി നേരെ നോക്കുമ്പോൾ ഈ ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങാനാണ് നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ട്. അത് ഇറങ്ങി കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചടം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ എത്ര നേരം കൊടുക്കുന്നറിയാം. സത്യമായിട്ടും തളർന്ന് കൊണ്ടാവാറില്ല. അത് പിന്നെ ട്രാഫിക് ഇങ്ങനെ ഒരു സ്ഥലത്തല്ല ട്രാഫിക് ഉണ്ടാവും. ഓരോ മുക്കിലും മൂലിലും ട്രാഫിക്. അത് ഏത് ഹള്ളി പോയാലും ഏത് ഇടകൊട്ടി പോയാലും ഒരു ടൈം വരെ എന്തായിരിക്കും ട്രാഫിക്കിൽ. ആൻഡ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ഞാൻ എക്സെപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ബിക്കോസ് ഓൾറെഡി ഓളിൻ്റെ റൂമിൽ വന്നിരുന്നു. ഞാൻ ഇവിടെ സെറ്റിൽ ആവാണ്. ഒരു 1 month തുഷി വന്നിരുന്നു. സോ ഓളെ കാണാൻ പോകുമ്പോൾ എക്സെപ്റ്റഡ് ആണ്. ബിക്കോസ് ഞാൻ നിന്ന റൂം ഞങ്ങൾ അലമ്പുണ്ടാക്കിയ സ്ഥലം എന്നില്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ ലോങ് ടൈം. ഒരു 25 4 വർഷമായി നമ്മൾ പോയിട്ട് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി വീണ്ടും പോവുകയാണ്. എന്തായാലേ അതിനമ്മയാണ് ഒരു ഭാഗ്യം. നല്ല ഹാപ്പിയാണ്. ബിക്കോസ് അവളെ കാണണം. അവളെ നല്ല 2-3 പേരെ കാണാനുണ്ടായിരുന്നു. കാണാത്തവരെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാവരും മേ ബി വീഡിയോസ് ഉണ്ടാവില്ല. എല്ലാവരും കാണാൻ പറ്റില്ല. ആകെ അവിടെ ഇപ്പോൾ നിലവിൽ ആരുള്ളത് കാണാൻ പറ്റിയവരാരാ അവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് പോയി അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 10 മണിയായിട്ടുണ്ടോ. അതാണ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം 9 മണി അല്ലെങ്കിൽ 11 മണിയായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോഴേ ട്രാഫിക്ക് കുറവുണ്ടാവുള്ളൂ. അതിന് മുന്നേ ഇറങ്ങിയവർക്ക് കൂടിയിട്ടുണ്ടാവും. ഇനി അവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ പാതിരാത്രി പോകാം. എന്താ അവിടെ അവിടെ ഇരിക്കണം നേരം എടുക്കണവരെ. അല്ലാതെ ഒരു വഴിയില്ല ഈ ട്രാഫിക് കഴിഞ്ഞിട്ട്. ആൻഡ് ഞാൻ പഠിച്ച എൻ്റെ കോളേജ് ഏരിയയാണത്. ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ലോട്ടി നടന്ന് കളിച്ചത് നടന്ന് ഫ്രണ്ട്സിനായിട്ടൊക്കെ കറങ്ങി നടന്ന സ്ഥലത്തൊക്കെ എൻ്റെ ലൈക്ക് ഇല്ല ഞങ്ങൾ ശരി എൻ്റെ കോളേജിൻ്റെ പോയി. ഞാൻ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് തെണ്ടി നടന്ന സ്ഥലം. ആൻഡ് ഞാൻ ഫുഡ് കഴിക്കണ വേറെ ഹോട്ടലായി. ഇതെൻ്റെ ജ്യൂസ് കട. പോയി ജ്യൂസ് കട കണ്ടത്. എൻ്റെ കോളേജ്, ഈ വിശാലമായ കോളേജ്. ദിസ് ഈസ് മൈ കോളേജ്. വയറും എടാ സ്റ്റാൻസ ലിവിങ് ഞാൻ താമസിച്ച മൈ ഫസ്റ്റ് PG. ഇത് ഞാൻ പോണ ടൈമിൽ ഓപ്പൺ ആയിട്ടില്ല. ഒന്നുകൂടി ലേഔട്ട് എൻ്റെ ലേഔട്ട്. അവിടുത്തെ റൂമിലെ ആളുള്ളൂ തോന്നുന്നു. ബാക്കി കടച്ചു വിട്ടു. ഇവിടുത്തെ ഫുഡ് അലമ്പായിരുന്നു. പാറ്റയങ്ങളല്ല. എൻ്റെ ഈ പോണത് പഴയ റൂമിലേക്കാ. അയാളെങ്ങാനും എന്നെ കണ്ട റെന്റ് വെച്ചു റെന്റ് കൊടുക്കാതെ എന്നെ പുറത്താക്കിയ റൂമാണത്. ഇങ്ങോട്ട് വൈകാ ദിക്കൂടെ. അതെ അയാളെന്നെ കാണണ്ട റെന്റ് കൊടുക്കാത്തതിന് പുറത്താക്കും. ഫൈനലി നമ്മൾ കണ്ടു ഗൈസ്. അതാ വേറെ ഫ്രണ്ട്സ്. എന്തൊരു സന്തോഷം. ഇനിയിപ്പോൾ എന്താ കുറേ കഥ പറയണ്ടോ എന്തായാലേ. ആൻഡ് ഐ മെറ്റ് ഹർ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. എന്തൊക്കെയോ തള്ളി ഇട്ടേന്. ഇത് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലം. ഫസ്റ്റ് ടൈം എൻ്റെ ജിമ്മിൻ്റെ കൂടെ ഞാൻ വണ്ടിയിൽ പോവാണ്. ഇനി മറ്റേ മൂപ്പരെ പോലീസ് നോക്കില്ലേ വിൻറ്റേജിന്. എനിക്ക് എന്നെ കാണാനുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് ഇതാ
ഇടാൻ നിൽക്കണ്ട. ശരി വെക്ക് വെക്ക്, ഞാൻ ഇവിടെ ഹായ് വേവാ അത് എന്താ പോണു എന്താ അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞ് ഞങ്ങളൊരു കോഫിയും കുടിച്ച് തിരിച്ചു പോകും. തിരിച്ചു പോരാന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചിങ്ങോട്ട് 2.5 മണിക്കൂറുള്ള യാത്ര. അപ്പോൾ ഓക്കെ ശരി, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.